കല്യാണി പ്രിയദർശൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി പറഞ്ഞ സാരാംശം ഞാൻ പറഞ്ഞുതരാം. അതായത് ലോക സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ട് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ഫീമെയിൽ ഓഡിയൻസിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം മെയിൽ ഓഡിയൻസ് പുള്ളിക്കാരനെ കാണുന്നു, ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് പുള്ളിക്കാരനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ക്ലാപ്സ് കൊടുക്കുന്നു. ആ ഒരു സംഭവം കുറച്ച് അവിശ്വസനീയമാണെന്നാണ് പറയുന്നത്. മെയിൽ ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു കാര്യം പുള്ളിക്കാരി എല്ലാവരോടും പറയുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്, ആ ഒരു പോയിന്റിൻ്റെ അടുത്തിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം മെയിൽ ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള മറ്റ് സിനിമകൾ ഇറങ്ങിയിട്ടും അവയെല്ലാം മിക്കതും ഫ്ലോപ്പായ സമയത്തും ലോകം ഇത്ര വലിയൊരു ഹിറ്റായി മാറിയത്? അതിൻ്റെ റീസൺസ് എന്തൊക്കെയായിരിക്കാം? ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച. ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, എങ്കിലും ഞാൻ പറയാം. അതായത് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് ഈ വോക്ക് കൾച്ചർ കുത്തിക്കയറ്റുകയാണ്. അതായത് ഈ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക നമ്മളെന്തോ ലെക്ചർ എടുക്കുന്ന പോലെയാണ്. അതൊരിക്കലും മോശം നല്ലോട്ട് ഞാൻ പറഞ്ഞത്. ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചുകളെല്ലാം എനിക്ക് താല്പര്യമുള്ള കാര്യം കൂടിയാണ്. എന്നിരുന്നാലും 150 രൂപ കൊടുത്തിട്ട് പടം കാണുന്ന സമയത്ത് അയാൾ ചിലപ്പം തോന്നുന്ന ഇയാളെന്തോ ക്ലാസ് കേൾക്കുന്ന ഫീല് വരും. അത് ചിലപ്പം ഒരു ആസ്വാദക നിലയിൽ അയാളുടെ ഉള്ളിൽ ഒരു മടുപ്പ് തോന്നിക്കുക. അറ്റ് ദ സെയിം ടൈം ടോപ്പിക്കിനോട് യോജിച്ച രീതിയിൽ വളരെ സിമ്പിളായിട്ട് കഥ പറഞ്ഞു പോയിട്ടുള്ള ഗ്രീത്തിനും കിച്ചൻ പോലുള്ള നല്ല സിനിമകളുണ്ട്. അതേസമയം തന്നെ തൊട്ടപ്പുറത്ത് പക്ക എൻ്റർടൈനേഴ്സ് ആയിട്ടുള്ള ഓം ശാന്തി ഓസാനുള്ള സിനിമകളുണ്ട്. അതിൽ നസ്രിയാണ് സെൻട്രൽ ക്യാരക്ടർ. പക്ക ഒരു എൻ്റർടൈനർ മൂഡിലൊരു പടം. ഇത് രണ്ടും വൻ ഹിറ്റാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഓഡിയൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ചിന്തിക്കുന്നുണ്ടാവും എന്താ, ഇതൊരു പക്ക ഡ്രാമയുള്ള പടമായിരിക്കാം, അല്ലെങ്കിൽ ഇത് കുറേ ലെക്ചറൊക്കെ ആണല്ലോ, ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്ററി മൂഡായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ചിലപ്പോൾ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കാം. സ്വാഭാവികമാണത്. ഇതേ സമയം തന്നെ വണ്ടർ വുമൺ പോലുള്ള ഹോളിവുഡ് സിനിമകൾ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള മലയാളി ഓഡിയൻസ് എല്ലാം തിയേറ്ററിൽ പോയി കണ്ടിട്ടുമുണ്ട്. അതിന് മറ്റൊരു ഭാഗം, ശരിക്കും പറഞ്ഞാൽ ലോക പോലത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, കണ്ടന്റ് അടിപൊളിയാണ്, ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ ഓഡിയൻസ് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. പിന്നെ മറ്റു ചില റീസൺസ് പറഞ്ഞാൽ ഈ ബോക്സ് ഓഫീസ് നോക്കിയിട്ട് ഒരു ബയാസ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീനെ ലീഡാക്കി വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടല്ലേ, അതുകൊണ്ട് ഇതും പരാജയപ്പെടാൻ ചാൻസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ബയാസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. പിന്നെ ഈ സ്റ്റാർ പവർ എന്ന സംഭവം, സ്റ്റാർ പവർ ഓഫ് കോഴ്സ് ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ഉണ്ട്. ഇപ്പോൾ രജനീകാന്ത് ആയിക്കോട്ടെ, ഇപ്പോൾ മലയാളത്തിലെ ലാലേട്ടൻ ആയിക്കോട്ടെ, ഇവരൊക്കെ പടങ്ങൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ബോക്സ് ഓഫീസ് കിട്ടുള്ള കാര്യം ഉറപ്പാണ്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതിനേക്കാളൊക്കെ മേലെയാണ് ഈ പറഞ്ഞ കണ്ടന്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ആക്ഷൻ ജോണർ സ്ത്രീകളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യം എല്ലാവരും ചോദിക്കും. സ്ത്രീകൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക, മാസ് ബീജിയം ഇടാൻ പറ്റുമോ എന്നൊക്കെയുള്ള, അതൊക്കെ വളരെ ബാധ്യസമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഈ ഹോളിവുഡിൽ നോക്കുകയാണെങ്കിൽ കിൽ ബിൽ പോലുള്ള സിനിമകളൊക്കെ ഏതോ കാലത്ത് ഇറങ്ങി അതൊക്കെ കൾട്ട് ക്ലാസിക് സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു പടങ്ങളാണ്. ആ ഒരു സംഭവം വേണമെങ്കിൽ നമ്മുടെ നാട്ടിലും വരാം. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫാൻസ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം ഫാൻ ഷോസ് വിടുന്നു, അതേപോലെ തന്നെ ടിക്കറ്റ്സ് ഭയങ്കരമായിട്ട് സെല്ലായി പോകുന്നു. അതൊക്കെ ഈ വിമൺ ആയിട്ടുള്ളൊരു ലീഡിനെ വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ, അതൊക്കെ ഭാവിയിൽ സംഭവിക്കും. ഈ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിഫറൻസ് ഒക്കെ പോയിട്ട് ആർക്കാണോ സ്റ്റാർ വാല്യൂ ഉള്ളത് അതങ്ങോട്ട് കൊടുക്കാനുള്ള ലെവലിലേക്ക് ഇങ്ങനെ മാറും. പിന്നെ കണ്ടന്റാണ് അൾട്ടിമേറ്റ്. കണ്ടന്റ് അടിപൊളിയാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ലീഡായിട്ട് അഭിനയിക്കുന്ന ഒരു ആൺകുട്ടിയാണോ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണോ, അല്ലെങ്കിൽ ഒരു പുതുമുഖമാണോ, ഇനി ഇത്രയും നാൾ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്ത ഒരാൾ പെട്ടെന്ന് ഒരു മാസ് സീനിൽ വരുന്നൊരു അങ്ങനെയുള്ള കാര്യങ്ങളാണോ, ഇതൊന്നും നോക്കിയുള്ള ഒരു പടം ഹിറ്റാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിരിക്കാം, അതിൻ്റെ മാർക്കറ്റിംഗ് ആയിരിക്കാം, അൾട്ടിമേറ്റ്ലി അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അവരെങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നു, അതിനെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളാണ് ഒരു പടത്തിനെ ഹിറ്റാക്കാനുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Till then, bye.